വയനാടിന് അനുകൂലമായ ആദ്യ പെനാൽറ്റി കിക്ക് എടുക്കുന്നു. വയനാടിന് വേണ്ടി കഴിഞ്ഞ 3 മത്സരങ്ങളിലും ആവേശകരമായ പ്രകടനം കാഴ്ചവെച്ച് കാണികളുടെ മനസ്സിലിടം നേടിയ പ്രശാന്ത്, 17-ാം നമ്പർ താരം ഇടത് വിങ്ങിലെ ഫോർവേഡ് പ്രശാന്ത് എടുക്കുന്നു ആദ്യ കിക്ക്. സിമ്പിൾ. അദ്ദേഹത്തിന്റെ കളി മികവ് പോലെ തന്നെ വളരെ സിമ്പിളായി പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് തട്ടിയിടുന്നു ആ പന്ത്. ഗോൾ കീപ്പർ തമീമിന് യാതൊരു അവസരവും നൽകാതെ വയനാടിന്റെ പേരിൽ കുറിക്കുന്നു. പ്രശാന്തിന്റെ പേരിൽ ആദ്യ ഗോൾ. വയനാട് 1, മലപ്പുറം 0. മലപ്പുറത്തിന് വേണ്ടി 4-ാം നമ്പർ താരം എടുക്കുന്നു അവരുടെ ആദ്യ കിക്ക്. ആകാശ് കൃഷ്ണ. ഈ മത്സരത്തിൽ കടുത്ത ടാക്ലിങ്ങിലൂടെ, കടുത്ത ഡിഫൻസിലൂടെ ആരാധകരുടെ മനം കവർന്ന മലപ്പുറത്തിന്റെ താരം 4-ാം നമ്പർ ഡിഫൻഡർ ആകാശ് കൃഷ്ണ എടുക്കുന്നു അവരുടെ ആദ്യത്തെ കിക്ക്. ഗോൾ കീപ്പർ ജിഹാദ് തയ്യാറെടുക്കുന്നു. ചങ്കിടി പേരുന്ന നിമിഷങ്ങൾ, ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന നിമിഷത്തിന് ജിഹാദ് അദ്ദേഹത്തിന്റെ ഷോട്ട് പുറത്തേക്ക് പോകുന്നു. അവിശ്വസനീയമാം വിധം ഗോൾ കീപ്പർ ഭീഷണായിരുന്നു. ഗോൾ കീപ്പർ ഇടതുമൂലയിലേക്കാണ് മൂവ് ചെയ്തത്. പക്ഷേ ആകാശിന്റെ ഷോട്ട് വളരെ വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നു. അവിശ്വസനീയമായ കാഴ്ച. ഈ കളിയിലുടനീളം വയനാടിന്റെ ഫോർവേഡുകളെ മുന്നോട്ട് നയിക്കാൻ അനുവദിക്കാതെ ഒരു വൻമതിൽ പോലെ ഉയർന്നു നിന്ന ആകാശിന് ആ ഉന്നം പിഴയ്ക്കുന്നു. പുറത്തേക്ക് പോകുന്നു. സ്കോർ ബോർഡിൽ വയനാട് ആദ്യമായി മുന്നിലെത്തുന്നു. 1-0. വയനാടിന്റെ ക്യാപ്റ്റൻ 2-ാം നമ്പർ താരം അൽതാഫ്. ഒരു മനോഹരമായ പെനാൽറ്റി കിക്ക് ബാറിലിടിച്ച് അതിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നു. വയനാടിന്റെ ക്യാപ്റ്റൻ അൽതാഫിലൂടെ വയനാട് ലീഡ് എടുക്കുന്നു. വയനാട് 2, മലപ്പുറം 1. അടുത്ത കിക്ക് മലപ്പുറത്തിന് അനുകൂലമായ കിക്ക് എടുക്കുന്നു 15-ാം നമ്പർ താരം അഭിനേഷ്. ഗോൾ. മലപ്പുറത്തിന്റെ 15-ാം നമ്പർ താരം എടുത്ത കിക്ക് ജൻബാസ് കൃത്യമായി ഗോളിലേക്ക് തിരിച്ചുവിടുന്നു. വയനാടിന് വേണ്ടി അടുത്ത കിക്ക് എടുക്കുന്നു അമൽ ഷിനാജ്. മുന്നേറ്റനിരയിൽ മിഡ്ഫീൽഡിൽ മനോഹരമായ പ്ലേ കാഴ്ചവെച്ച വയനാടിന്റെ പ്രിയതാരം അമൽ ഷിനാജ് എടുക്കുന്നു വയനാടിന് അനുകൂലമായ അടുത്ത കിക്ക്. വയനാടിന്റെ 3-ാമത്തെ കിക്ക്. ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് 13-ാം നമ്പർ താരം അമൽ ഷിനാജിന്റെ വളരെ സിമ്പിളായി സ്കോർ ചെയ്യുന്നു. അമൽ ഷിനാജ് വയനാടിന്റെ ലീഡ് ഉയർത്തുന്നു. വയനാട് 3, മലപ്പുറം 1. മലപ്പുറം അവരുടെ 3-ാമത്തെ കിക്കിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഈ കലാശപ്പോരിലെ വിജയികൾക്ക് വേണ്ടിയുള്ള ആരവം ഈ സ്റ്റേഡിയത്തിൽ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. മലപ്പുറത്തിന് വേണ്ടി കിക്ക് എടുക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഡിഫൻഡർ അശ്വിൻ, 2-ാം നമ്പർ താരം അശ്വിൻ. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ആരാധകരുടെ മനം കവർന്ന മുടിയൻ അശ്വിൻ, 2-ാം നമ്പർ താരം തയ്യാറെടുക്കുന്നു അവരുടെ 3-ാമത്തെ കിക്കിന് വേണ്ടി. ആവേശകരമായ അന്ത്യത്തിലേക്ക് അശ്വിന്റെ കിക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഗോൾ അശ്വിൻ നേടുന്നു. മലപ്പുറത്തിന്റെ 2-ാമത്തെ ഗോൾ. കൃത്യമായ പൊസിഷനിങ് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ ഡിഫൻഡർ അശ്വിൻ നേടുന്നു അവർക്ക് വേണ്ടിയുള്ള പെനാൽറ്റി കിക്കിലെ 2-ാമത്തെ ഗോൾ. വയനാടിന്റെ 4-ാമത്തെ കിക്ക് 15-ാം നമ്പർ താരം എടുക്കുന്നു സൽമാൻ ഫാരിസ്. മിഡ്ഫീൽഡിൽ വയനാടിന് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ കളിയിലുടനീളം കളിച്ച സൽമാൻ ഫാരിസിന്റെ കിക്ക് തയ്യാറെടുക്കുന്നു തമീം. മറുപകത്ത് സിമ്പിളായി വളരെ എളുപ്പത്തിൽ ഇടതുവശത്തേക്ക് തട്ടിയിടുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഇവിടെ പ്രകടമാകുന്നു. സൽമാൻ ഫാരിസിന്റെ കിക്ക് തമീമിന് യാതൊരു അവസരവും നൽകാതെ ഗോൾ വല കുലുക്കുന്നു. മലപ്പുറത്തിന് വേണ്ടി അവരുടെ ക്യാപ്റ്റൻ ഷാഹിൽ, 10-ാം നമ്പർ താരം ഷാഹിൽ. വയനാട് ജില്ലാ സ്റ്റേഡിയത്തിൽ നിന്ന് തിങ്ങിക്കൂടിയ ആരാധകരുടെ മനം കവർന്ന കളിക്കാരനാണ്.
പറയാതിരിക്കാനാവില്ല. മലപ്പുറത്തിന്റെ ക്യാപ്റ്റൻ ഷാഹിൽ മികച്ച മുന്നേറ്റങ്ങളിലൂടെ മികച്ച പന്തടക്കത്തോടുകൂടി കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നമ്മുടെ മനം കവർന്ന താരം കിക്കെടുക്കുന്നു. 10-ാം നമ്പർ താരം ഒരവസരവും നൽകാതെ ക്യാപ്റ്റന്റെ കിക്ക് നേരെ വല കുലുക്കുന്നു. ഷാഹിലിന്റെ പേരിൽ കുറിക്കുന്നു മലപ്പുറത്തിന്റെ 3ാമത്തെ ഗോൾ. ഈ മത്സരത്തിലെ വയനാടിന്റെ അവസാനത്തെ കിക്ക് എടുക്കുന്നത് മുഹമ്മദ് ജിഹാദ്, ഗോൾ കീപ്പറാണ് ഈ കിക്ക് എടുക്കുന്നത്. ജിഹാദിന്റെ കിക്കിലേക്ക് തമീം തയ്യാറെടുക്കുന്നു. വളരെ ലാഘവത്തോടുകൂടി ആ കിക്കുകൾ കൂടി ഇട്ടുകൊണ്ട് വയനാടിന്റെ പുലിക്കുട്ടികൾ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് വിജയത്തോടെ പിന്മാറുകയാണ്. വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി വയനാട് പൊതിയുന്നു. മലപ്പുറത്തിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തിങ്ങിക്കൂടിയ 10,000-കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് അരച്ചെത്തുന്ന കാഴ്ച. വയനാടിന്റെ താരങ്ങൾ മുത്തുമണികളായി മാറുന്നു. എടമോറെ ഞങ്ങൾ ഇങ്ങെടുത്തു, എടമോറെ മനസ്സിലായോ? അപ്പൊ വയനാടിന്റെ താരങ്ങൾ ഈ മത്സരം ഇങ്ങെടുക്കുകയാണ്. കളിമികവ് കൊണ്ട് ചുരം കയറിയെത്തിയ മലപ്പുറത്തിന്റെ താരങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5 കിക്കുകളും അവരുടെ ഗോൾ വല തുളച്ചുകൊണ്ട് മുന്നേറുകയാണ് വയനാടിന്റെ താരങ്ങൾ. എടമോനെ ആ കപ്പ് ചേട്ടനിങ് എടുത്ത് പ്രശാന്ത്, ഗോകുൽരാജ്, അമൽ സിനാജ്, അഗസ്റ്റിൻ, ഞങ്ങളുടെ താരങ്ങളെല്ലാം മുത്തുമണികളായി ഈ വേദിയിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ച. ആഘോഷ തിമിർപ്പുകളിലേക്ക് വയനാടിന്റെ ഈ രാത്രിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച. ഡിസംബറിലെ മഞ്ഞ് വീഴുന്ന ഈ തണുപ്പത്ത് മരവയലിന്റെ പുൽമൈതാനങ്ങൾക്ക് തീപിടിപ്പിച്ചുകൊണ്ട് വയനാടിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുകയാണ് ഈ മത്സരം. കലാശപ്പോരിൽ 1-1 എന്ന സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി കിക്കിലൂടെ വീരോചിതമായ തിരിച്ചുവരവ് നടത്തി വയനാടിന്റെ പുലിക്കുട്ടികൾ വിജയകാഹളം ഉയർത്തുമ്പോൾ കേളി ശൈലി കൊണ്ട് പേരുകേട്ട, കളി മികവ് കൊണ്ട് പേരുകേട്ട മലപ്പുറത്തിന്റെ താരങ്ങൾ കണ്ണീരോടെ മടങ്ങുന്ന കാഴ്ച.